നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ആടിയും പാടിയും പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം മീൻകുന്ന് GHSSൽ നടന്നു. കോർപ്പറേഷൻ സോണൽ സ്കൂൾ അടിസ്ഥാനങ്ങളിൽ പ്രവേശനോത്സവങ്ങൾ. പരിഭ്രമം മാറാത്ത കുരുന്നുകൾക്ക് സമ്മാനങ്ങളും. PV അൻവറിന്റേത് പവനായി ശവമായ അവസ്ഥ. സ്വരാജിന്റെ വിജയം വൻ ഭൂരിപക്ഷത്തിനാവും. ഇടതു സർക്കാർ തന്നെ മൂന്നാമതും ഭരിക്കുമെന്ന് ജോസ് ചെമ്പേരി. അൻവറിന് പിറകെ നടക്കുന്നത് കോൺഗ്രസിന് നാണക്കേടെന്നും ചെമ്പേരി. കണ്ണൂർ ടൗണിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ദുരിതത്തിൽ. കുടുംബം പുലർത്താനുള്ള വരുമാനം പോലും ലഭിക്കുന്നില്ല എന്ന് MA കരീം. കാരണം ഓട്ടോറിക്ഷകളുടെ എണ്ണത്തിലെ വർധനവും പഞ്ചായത്തുകളിൽ പാർക്കിംഗ് ലഭിക്കാത്തതും. വാർത്തകൾ വിശദമായി. 2 മാസത്തെ ആഘോഷത്തിമർപ്പിന് ശേഷം വിദ്യാർത്ഥികൾ എത്തി. മുഖമായ വിദ്യാലയങ്ങളെല്ലാം ഉണർന്നു. നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം പ്രവേശനോത്സവത്തോടെയാണ് വിദ്യാലയങ്ങൾ സജീവമായത്. ജില്ലയിലെ സ്കൂളുകളെല്ലാം ഇന്ന് പ്രവേശനോത്സവത്തിന്റെ ആഹ്ലാദത്തിലായിരുന്നു. വിവിധ ഇടങ്ങളിൽ നടന്ന പരിപാടികൾ സമൂഹത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവർ ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാം ഒന്നാണ്, ഒറ്റ മനുഷ്യരാണ് എന്ന ഒരു ചിന്താഗതിയാണ് അതിലേക്ക് വന്നത്. അതോടൊപ്പം തന്നെ നമുക്കെല്ലാം പഠിച്ച് വളരാൻ വേണ്ടി കഴിയണം. ആ മനോഹരമായ ഒരു ഗീതം, അതിനനുസരിച്ചുള്ള ചുവടുവെപ്പ് എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല എന്നതാണ് അത് സംബന്ധിച്ച് പറയാൻ. കണ്ണൂർ വാരം UP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം PTA പ്രസിഡന്റ് MV ധനേഷിന്റെ അധ്യക്ഷതയിൽ കോർപ്പറേഷൻ കൗൺസിലർ PP വത്സലൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ നഗരത്തിലെ ദേവത്താർകണ്ടി ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഹെഡ് മാസ്റ്റർ ദേവേശൻ ചാത്തോത്തിന്റെ അധ്യക്ഷതയിൽ മുൻ ഹെഡ് മാസ്റ്റർ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ സിറ്റി ചിറക്കൽക്കുളം മദ്രസ അദീനിയ LPU സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം PTA പ്രസിഡന്റ് ഷുക്കൂർ ചാലിലിന്റെ അധ്യക്ഷതയിൽ കോർപ്പറേഷൻ കൗൺസിലർ സാബിറ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഈച്ചൂർ വെസ്റ്റ് UP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് മെമ്പർ T രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VK ഷനിജ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മഴമേഘങ്ങൾ വഴിമാറിയ രാവിൽ വിദ്യാലയമുറ്റത്ത് കളിച്ചിരികളുടെ ആരവവുമായി അവർ വന്നെത്തി. കണ്ണീരും പരിഭ്രമവും വഴിമാറി ബലൂണിന്റെ നിറക്കാഴ്ചകളിൽ അവർ ഒന്നുചേർന്ന് ഒന്നാം തരത്തിലേക്കുള്ള പ്രവേശനം ആഘോഷമാക്കി. കണ്ണൂർ ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം നടന്ന മീൻകുന്ന് അഴീക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ KB സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അറിവിന്റെ കേന്ദ്രങ്ങളാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റിയെടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് KB സുമേഷ് MLA പറഞ്ഞു. അറിവിനെ ആയുധമാക്കി ലോകം കീഴ്പ്പെടുത്തുന്ന കേരളത്തിന് ഇത്തരം ഇടപെടലുകൾ പുതിയ ഊർജ്ജമാണ് പകർന്നു നൽകിയത്. ജനാധിപത്യ മതനിരപേക്ഷ കേരളത്തിന്റെ വളർച്ചയ്ക്ക് മൂല്യവത്തായ സംഭാവനകൾ നൽകാൻ ഓരോ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങുന്ന പുതുതലമുറയ്ക്ക് സാധിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. വളരെ അഭിമാനമുള്ള ഒരു ദിവസമാണെന്ന് കേരളത്തെ സംബന്ധിച്ച്. കേരളം ഇന്ന് എല്ലാ കുടുംബങ്ങളും കേരളം ഒറ്റക്കെട്ടായി നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് വരവേൽക്കുന്ന വളരെ ആവേശമുള്ള ഒരു ദിനമായിട്ടാണ് നാം ഇന്ന് സ്കൂൾ പ്രവേശന ദിനത്തെ കാണുന്നത്. കേരളത്തിൻ്റെ വളർച്ചയിലും മുന്നോട്ട് പോക്കിലും അറിവ് വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വ്യാപനം, അതിൻ്റെ ആധുനികവൽക്കരണം, എല്ലാ വീട്ടിലെയും കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു എന്നുറപ്പാക്കുന്ന സാമൂഹ്യമായ ശക്തമായ ഇടപെടൽ, അങ്ങനെ അറിവിനെ ആയുധമാക്കി ഈ ലോകം തന്നെ കീഴ്പ്പെടുത്തിയ ഈ ലോകത്തെ ഭൂപ്രദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഈ കേരളമല്ല. 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും MLA നിർവഹിച്ചു.
പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ തത്സമയ സംപ്രേഷണത്തിന് ശേഷമായിരുന്നു ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ മുഖ്യ അതിഥിയായി. ബാലതാരം NP പ്രയാൺ വിശിഷ്ടാതിഥിയായി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉപഡയറക്ടർ ഷൈനി പ്രവേശനോത്സവ സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് T സരള, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ NV ശ്രീജിനി, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിസാർ വായ്പറമ്പ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി അധ്യക്ഷ P പ്രസീത, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജീഷ്, വൈസ് പ്രസിഡന്റ് A റീന, അംഗങ്ങളായ KK മിനി, TP ലത, അനീഷ് ബാബു, SSK ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ EC വിനോദ്, ഡയറ്റ് പ്രിൻസിപ്പൽ ഇൻചാർജ് KV വിനോദ് കുമാർ, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ K സുരേന്ദ്രൻ, കണ്ണൂർ DEO നിർമ്മല ടീച്ചർ, പാപ്പിനിശ്ശേരി AEO ജാൻസി ജോൺ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീജ, പ്രഥമ അധ്യാപിക MS സരസ്വതി, വിദ്യാർത്ഥി പ്രതിനിധി ലക്ഷ്മി പ്രിയ, K പ്രകാശൻ, കുഞ്ഞംസു മാസ്റ്റർ, വിനോദ്, സുധീർ ബാബു KP, ഹാരിസ് KV, സാനി പ്രഭ, AK ഷൈനി, ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സ്കൂൾ പ്രവേശനോത്സവം കണ്ണൂർ കോർപ്പറേഷൻ തല ഉദ്ഘാടനം പയ്യാമ്പലം ഗവൺമെന്റ് വൊക്കേഷണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ോടൊപ്പം ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാൻ ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ നാളെ ഭാവിയിൽ ആരാകുമെന്ന് നമുക്ക് പറയേണ്ടില്ല. ഒരു ഭരണകർത്താക്കളായിരിക്കാം, അല്ലേ, മറ്റു മേഖലകളിൽ ഉന്നതമായ ഉദ്യോഗസ്ഥരായിക്കൊണ്ട് ഇവിടുത്തെ ഭരണം നിയന്ത്രിക്കുന്നവരൊക്കെ അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഉന്നത സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് വളരെ നന്നായി വളരേണ്ട നിങ്ങൾ ഓരോരുത്തരും ആ രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ വിദ്യാർത്ഥിയുടെ മനസ്സിൽ അധ്യാപകൻ ചെയ്യും. കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം മേയർ നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര അധ്യക്ഷത വഹിച്ചു. BRC ട്രെയിനർ M ഉനൈസ്, കോർപ്പറേഷൻ കൗൺസിലർ PV ജയസൂര്യൻ, പ്രിൻസിപ്പൽ AS ആശ, ഹെഡ്മിസ്ട്രസ് C പ്രീത, PTA പ്രസിഡന്റ് K ശ്രുതി, സ്റ്റാഫ് സെക്രട്ടറി KV പ്രസീത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ കോർപ്പറേഷൻ എടക്കാട് സോണൽ തല പ്രവേശനോത്സവം കുറ്റിക്കകം LP സ്കൂളിൽ നടന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. മാനേജ്മെന്റ് പ്രതിനിധി റഫീഖ് കാഞ്ഞരോട് നവാഗതർക്ക് പഠന കിറ്റുകൾ നൽകി. വേറൊന്നുമില്ല, അറിവ് തരും. അറിവാകുന്ന തേനാണ് ഇവിടെ തുണ്ണാൻ കിട്ടുക. ആ അറിവിന് എങ്ങനെയാ മധുരം ഉണ്ടാവോ ഇല്ലയോ? മധുരം ഉണ്ടാവും അല്ലേ? എപ്പോഴും മധുരം ആയിരിക്കോ? ഓ നല്ലത്. എപ്പോഴും മധുരമുള്ള അറിവേ കൊടുക്കുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പൊ ടീച്ചർമാരുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. കൈപ്പുള്ള മധുരം ഈ കുട്ടികൾ പറയുന്നത്. മധുരമുള്ള അറിവ്, മധുരമില്ലാത്ത അറിവ് അങ്ങനെയില്ല. എല്ലാ അറിവും മധുരമുള്ളതാണ്, അല്ലേ? എല്ലാ അറിവും. PTA പ്രസിഡന്റ് M വിനോദൻ അധ്യക്ഷനായി. BRC കോർഡിനേറ്റർ ദിവ്യ രാഘവൻ, ജനു ആഴ്ചാങ്കണ്ടി, CR രാഘവൻ, K പവിത്രൻ, PM പ്രേമരാജൻ, പ്രധാന അധ്യാപിക PK ലീന, K പ്രസന്നകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചാല, കണ്ണൂർ. ആടിയും പാടിയും പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം മീൻകുന്ന് GHSSൽ നടന്നു. കോർപ്പറേഷൻ സോണൽ സ്കൂൾ അടിസ്ഥാനങ്ങളിൽ പ്രവേശനോത്സവങ്ങൾ. പരിഭ്രമം മാറാത്ത കുരുന്നുകൾക്ക് സമ്മാനങ്ങളും. PV അൻവറിൻ്റേത് പവനായി ശവമായ അവസ്ഥ. സ്വരാജിന്റെ വിജയം വൻ ഭൂരിപക്ഷത്തിനാവും. ഇടതു സർക്കാർ തന്നെ മൂന്നാമതും ഭരിക്കുമെന്ന് ജോസ് ചെമ്പേരി. അൻവറിന് പിറകെ നടക്കുന്നത് കോൺഗ്രസിന് നാണക്കേടെന്നും ചെമ്പേരി. കണ്ണൂർ ടൗണിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ദുരിതത്തിൽ. കുടുംബം പുലർത്താനുള്ള വരുമാനം പോലും ലഭിക്കുന്നില്ല എന്ന് MA കരീം. കാരണം ഓട്ടോറിക്ഷകളുടെ എണ്ണത്തിലെ വർധനവും പഞ്ചായത്തുകളിൽ പാർക്കിംഗ് ലഭിക്കാത്തതും.
Karaikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയ മുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രി വാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. വീണ്ടും വാർത്തയിലേക്ക്. സ്കൂൾ പ്രവേശനോത്സവത്തിൽ പള്ളിക്കുന്ന് സോണൽ തല ഉദ്ഘാടനം രാധാവിലാസം UP സ്കൂളിൽ നടന്നു. സ്കൂൾ PTA പ്രസിഡന്റ് PK പ്രവീണയുടെ അധ്യക്ഷതയിൽ കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ VK ഷൈജു ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കുള്ള പഠനോപകരണം സ്കൂൾ മാനേജർ രവീന്ദ്രനാഥ് ചേലേരി നിർവഹിച്ചു. CRC കോർഡിനേറ്റർ M ഷൈക്മ ആശംസ നേർന്നു. ഹെഡ് മാസ്റ്റർ UK ദിവാകരൻ മാസ്റ്റർ സ്വാഗതവും PV സിന്ധു ടീച്ചർ നന്ദിയും പറഞ്ഞു. ഈ അംഗൻവാടികൾ നാളെ പോകും, സ്കൂളുകൾ നാളെ പോകുമ്പോൾ ഇതിൽ ഗവൺമെന്റ് സർക്കാർ സംവിധാനങ്ങളോടുകൂടി നല്ല രീതിയിൽ വിദ്യാഭ്യാസം നടക്കുന്ന സ്കൂളുകളിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന ആ സ്കൂളുകൾ ഇല്ലാതായപ്പോഴും പക്ഷേ സാധാരണക്കാരായ വിദ്യാർത്ഥികളും അതുപോലെ കുടുംബങ്ങളുമാണ് സ്കൂളുകൾ ജീവിതത്തിൽ നടന്നു പോവുക. കാരണം ഗവൺമെന്റ് ഇത്രയധികം സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് സ്കൂളുകൾ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മൾ ഇതിൽ നിന്നെല്ലാം വ്യതിചലിച്ചു പോയാൽ നമ്മുടെ സ്കൂളുകളൊക്കെ കെട്ടിടം ബാധിക്കും. അതുപോലെ തന്നെ സ്കൂളുകൾ നാമാവശേഷമാണ്. സാമ്പത്തിക ശേഷിയുള്ള സ്കൂളുകൾ മാത്രം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകും. ഇവിടെയാണ് നമ്മുടെ രക്ഷിതാക്കൾ ഒന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. നമ്മളൊക്കെ എല്ലാവരും പറയും നമ്മുടെ മുൻകാലങ്ങളിലൊക്കെ നമുക്ക് എന്താണോ കഴിവുള്ളത് ആ കഴിവുള്ളവരൊക്കെ ഓട്ടോ ഡ്രൈവർമാരായും മറ്റു ജോലികൾ എടുക്കുന്നു. പക്ഷെ ഇന്നത്തെ സ്ഥിതിവിശേഷങ്ങൾ അങ്ങനെയല്ല. ഇന്ന് ആർക്കാണോ കഴിവുള്ള അവർ ഉന്നത പദവിയിലേക്ക് എത്താൻ നമ്മുടെ സമൂഹവും ഗവൺമെന്റും അതിൽ സംവിധാനങ്ങൾ ഒരുക്കുന്നു. അതുകൊണ്ട് നമ്മൾ എവിടെ വിദ്യാഭ്യാസം നയിച്ചാലും സംസ്കാരമുള്ള വിദ്യാസമ്പന്നനായുള്ള A+ മേഖലയിലും ആകുമ്പോൾ മാത്രമേ ആ കുട്ടിയെ സമൂഹം അംഗീകരിക്കുകയുള്ളൂ. തോട്ടട വെസ്റ്റ് UP സ്കൂൾ പ്രവേശനോത്സവം കണ്ണൂർ കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ ബിജോയ് തയ്യൽ നിർവഹിച്ചു. പുതുതായി സ്കൂളിൽ ചേർന്ന വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന കിറ്റിന്റെ വിതരണം VK മീറ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുജല ദാമോദരൻ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് K ലതീഷ് അധ്യക്ഷത വഹിച്ചു. മുൻ ഹെഡ് മാസ്റ്റർമാരായ VK രഞ്ജിത് കുമാർ, MVC രഞ്ജിത്ത്, മാതൃസമിതി അധ്യക്ഷ KP വഹീദ, OV ചന്ദ്രൻ, A ഐരിഷ്, വിനീത് KV, ഷിനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. V ഷിജു നന്ദി പറഞ്ഞു. PTA വകയായി മധുര പലഹാര വിതരണവും നടന്നു. പ്രവേശനോത്സവ റാലിക്ക് അധ്യാപക രക്ഷാകർത്ത സമിതി നേതൃത്വം നൽകി. മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നിച്ചൊന്നായി ഒന്നാവാം എന്ന പേരിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. മുദ്ര വിദ്യാഭ്യാസ സമിതി ചെയർമാൻ KK രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. ഒരു തലമുറ എൻ്റെ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ ഉയർന്നു വരിക എന്നുള്ള ഒരു വലിയ സ്വപ്നത്തിൽ നിന്നാണ് ഈ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്നത്തെ നിലയിലേക്ക് മാറിയിട്ടുള്ളത്. സ്വാഭാവികമായി നമുക്കുള്ള ഒരു മാറ്റമല്ല ഈ മാറ്റം. നമ്മുടെ രാജ്യത്ത് തന്നെ ആർക്കും അസൂയ തോന്നുന്ന വിധത്തിലുള്ള മാറ്റമാണ് ഇവിടെ ഉണ്ടായത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം പൊതുവിൽ വന്നില്ല. പക്ഷേ ആ മാറ്റങ്ങൾക്കെല്ലാം മാതൃകയായി നമ്പർ 1 മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തലയുയർത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അഭിമാനകരമായ കാര്യം. നമ്മൾ വലിയ നിലയിൽ മാറിയിരിക്കുന്നു. എന്താ മാറ്റം? ഇപ്പൊ ചെറു പറഞ്ഞു മുണ്ടേരി സ്കൂളിൽ അങ്ങനെ സാധാരണ പറയാൻ പാടില്ല. മുണ്ടേരി സ്കൂളിൽ കെട്ടിടങ്ങളും സൗകര്യങ്ങളും പഠനമില്ല, അധ്യാപകർ പോരാ. അഭിമാനത്തോടെ ഞാൻ പറയാണ്, ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന അധ്യാപകരിൽ
കേൾക്കെ ഞാൻ പറയുകയാണ്, ഈ സ്കൂളിന്റെ, ഈ നാടിന്റെ അഭിമാനമാണ് ഈ സ്കൂളിലെ അധ്യാപകർ. ഉറപ്പിച്ചു പറയാണ്, ഇപ്പൊ പ്ലസ് ടു പരീക്ഷ റിസൾട്ട് വന്നു. നിങ്ങൾ നോക്കൂ, നമ്മുടെ ജില്ലയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്കൂളുകളുടെ പട്ടികയിൽ ഏത് സ്കൂളാണ് എന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ പറയാൻ വേണ്ടി മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ കെ വേണു സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി അഷ്റഫ്, PTA പ്രസിഡന്റ് CP അഷ്റഫ്, SML ചെയർമാൻ PC ആസിഫ്, പ്രിൻസിപ്പൽ P മനോജ് കുമാർ, സ്റ്റാഫ് സെക്രട്ടറി C ശ്രീജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വർണ്ണശബളമായ സ്കൂൾ അങ്കണത്തിൽ വെച്ച് കുറുവ UP സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. പൂക്കളും ബലൂണുകളും നൽകി നവാഗതരായ കുരുന്നുകളെ വിദ്യാലയത്തിലേക്ക് ആനയിച്ചുകൊണ്ടായിരുന്നു പ്രവേശനോത്സവം. വാർഡ് കൗൺസിലർ KN മിനി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളാണ് നേരത്തെ പാസ്സായിട്ടുള്ള കുട്ടികളുടെ ബുക്ക് നമ്മൾ വാങ്ങിച്ചാൽ ബുക്ക് ചെയ്ത് വെക്കും. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വളരെയധികം മുന്നോട്ട് പോയി കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളിൽ സർക്കാർ തലത്തിൽ നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട്, പൊതുവിദ്യാഭ്യാസ യജ്ഞം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സ്കൂളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നുണ്ട്. PTA പ്രസിഡന്റ് അരുൺ C യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വർണ്ണശബളമായ സ്കൂൾ അങ്കണത്തിൽ വെച്ച് പൂക്കളും ബലൂണുകളും നൽകി നവാഗതരായ കുരുന്നുകളെ വിദ്യാലയത്തിലേക്ക് ആനയിച്ചു. പുതിയ പ്രധാന അധ്യാപിക CC സവിത ടീച്ചർ സ്വാഗതം ചെയ്ത യോഗത്തിൽ മുൻ പ്രധാന അധ്യാപകൻ TK പ്രദീപൻ മാസ്റ്റർ നവാഗതർക്ക് പഠന കിറ്റ് വിതരണം ചെയ്തു. സ്കൂൾ മാനേജർ കോറോത്ത് പ്രകാശൻ, വികസന സമിതി ചെയർമാൻ P പവിത്രൻ, മദർ PTA പ്രസിഡന്റ് ഐശ്വര്യ EK, കാഞ്ഞിര വായനശാല സെക്രട്ടറി സുമേഷ് കാഞ്ഞിര, SRG കൺവീനർ വിദ്യാമേരി ടീച്ചർ, സീനിയർ അസിസ്റ്റന്റ് K മുകേഷ് മാസ്റ്റർ, LKG സ്റ്റാഫ് പ്രതിനിധി പ്രബിന ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ഹിളർ മാസ്റ്റർ നന്ദി പ്രകാശിപ്പിച്ചു. കുട്ടികൾക്ക് ലഡു വിതരണവും ഉണ്ടായി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. എളയാവൂർ ധർമ്മോദയം സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ PP വത്സലൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എല്ലാവർക്കും മാതൃകയായി വാർഡ് കൗൺസിലർ PP വത്സലൻ കൊച്ചുമക്കളെ ധർമ്മോദയം LP സ്കൂളിൽ പ്രവേശിപ്പിച്ചു. ഈ ധർമ്മോദയം എന്ന് പറയുന്ന, ധർമ്മോദയം LP സ്കൂൾ എന്ന് പറയുന്ന ഈ പൂന്തോട്ടത്തിലെ മനോഹരങ്ങളായ പൂക്കളാണ് നിങ്ങൾ. വിടർന്നു നിൽക്കുന്ന, സൗരഭ്യം പരത്തുന്ന മനോഹരങ്ങളായ പൂക്കളാണ് നിങ്ങൾ. ആ നിങ്ങളെ വാടാതെ സൂക്ഷിക്കുക, നിങ്ങളെ കൂടുതൽ കൂടുതൽ സൗരഭ്യം പരത്തുന്ന പൂക്കളാക്കി മക്കളാക്കി വളർത്തുക എന്നതിൻ്റെ ഉത്തമമായ ആളുകളാണ് നമ്മുടെ ഇവിടുത്തെ മാലാഖമാരായ അധ്യാപികമാർ. അവരുടെ കഠിന പ്രയത്നത്തിലൂടെ നിങ്ങളുടെ ഭാവിയെ പ്രോജ്വലിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണാൻ വേണ്ടി കഴിയുക. നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിന്, നിങ്ങളുടെ പാഠങ്ങൾ പഠിക്കുന്നതിന്, പാഠ്യേതര വിഷയങ്ങളിൽ നിങ്ങളെ മുന്നേറ്റുന്നതിന്, അതിനെല്ലാം പ്രോത്സാഹനം നൽകുന്നവരാണ് ഇവിടുത്തെ അധ്യാപികമാർ. അവർക്ക് എല്ലാവിധ സഹായവും ചെയ്യുക എന്നതാണ് രക്ഷിതാക്കളുടെ കടമ. നമുക്ക് നമ്മുടെ മക്കളെ നമുക്ക് കണ്ണും കാതും കൂർപ്പിച്ച് നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി കഴിയണം. PTA പ്രസിഡന്റ് ആൽബിൻ ജോസ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക റിഷ ടീച്ചർ സ്വാഗതവും അനുഷ ടീച്ചർ നന്ദിയും പറഞ്ഞു. ബാലകൃഷ്ണൻ മാസ്റ്റർ, റംഷീന എന്നിവർ ചടങ്ങിന് ആശംസ അറിയിച്ച് സംസാരിച്ചു. നവാഗതരായ വിദ്യാർത്ഥികളെ സ്കൂൾ ബാഗ്, നോട്ട് പുസ്തകങ്ങൾ, അക്ഷരപ്പൂക്കൾ എന്നിവ നൽകി സ്വീകരിച്ചു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പായസം നൽകി. ഉച്ചഭക്ഷണ പദ്ധതി പ്രവേശനോത്സവ ദിനം തന്നെ ആരംഭിച്ചു. പൊതുവിദ്യാലയ സംരക്ഷണത്തിന് മാതൃകയായി നിന്നുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ PP വത്സലൻ കൊച്ചുമക്കളെ ധർമ്മോദയം LP സ്കൂളിലാണ് ഈ അധ്യയന വർഷം ചേർത്തത്. ഭൗതിക സൗകര്യങ്ങളുടെ മികവിലൂടെ മുന്നേറുന്ന വിദ്യാലയങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എളയാവൂർ ധർമ്മോദയം LP സ്കൂൾ. തങ്ങളുടെ അക്കാദമി മികവ് ഒന്നുകൊണ്ട് മാത്രം കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വരാതെ നിലനിന്നു പോകുന്ന വിദ്യാലയം കൂടിയാണിത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഗവൺമെന്റ് സിറ്റി ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവേശനോത്സവവും വിജയികൾക്കുള്ള അനുമോദനവും നടത്തി. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മനസ്സിൽ ഒരു ദയയും കാരുണ്യം ഒക്കെ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരോട് കൂടി സ്നേഹത്തോട് പെരുമാറി എല്ലാവരോടും സ്നേഹം നമ്മൾ നേടിയെടുക്കുന്ന തരത്തിലുള്ള ഒരു നല്ല പെരുമാറ്റം
നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. PTA പ്രസിഡന്റും മുൻ ഡെപ്യൂട്ടി മേയറുമായ കെ ഷബീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ നിസാമുദ്ദീൻ, SMC ചെയർമാൻ MC അബ്ദുൽ ഹലാക്ക്, സീനിയർ അസിസ്റ്റന്റുമാരായ PV അബ്ദുൽ സത്താർ മാസ്റ്റർ, ശുഭ ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ വച്ച് 2024-25 വർഷത്തെ USS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളായ മുഹമ്മദ് ഷാൻ ഇർഷാദ്, മുഹമ്മദ് സഹ്റാൻ ഖാലിദ് എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. പ്രിൻസിപ്പൽ KM ഷൈജു സ്വാഗതം പറഞ്ഞു. ഹെഡ് മിസ്ട്രസ് S പ്രഭ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്നു. മുണ്ടേരി പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം തലമുണ്ട LP സ്കൂളിൽ നടന്നു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല അധ്യാപകരും അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് വിവിധങ്ങളായ പരിപാടികളിലൂടെ നമ്മുടെ കുട്ടികളെ കളിയും ചിരിയും ഒക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മുടെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് 1, 3, 5, 7, 9 ക്ലാസ്സുകളിലുള്ള പാഠപുസ്തകങ്ങളിലൊക്കെ നല്ല മാറ്റവും പുതിയ പാഠപുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ആ പാഠപുസ്തകങ്ങളിലൊക്കെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് നമുക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസമല്ല നമ്മുടെ മക്കൾക്ക് ലഭ്യമാകുന്നത്. കുട്ടികൾക്ക് കളിയും ചിരിയിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ സ്വന്തമാക്കാൻ കഴിയും ആ ഒരു രീതിയിലുള്ള നല്ലൊരു വിദ്യാഭ്യാസമാണ്. ഒരു തരത്തിലുള്ള എന്താ പറയുക അപകടവും കുട്ടികൾക്കില്ല. ഒരു 4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കി കൂടുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസവുമല്ല. കുട്ടികൾക്ക് പുറത്തു പോകാനും പുറത്തു പോയി പക്ഷികളെ കാണാനും പൂമ്പാറ്റകളെ കാണാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ കളിച്ചും ചിരിച്ചുമുള്ള ഒരു നല്ലൊരു വിദ്യാഭ്യാസം അത് തന്നെയാണ് നമ്മുടെ രക്ഷിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും കുട്ടികളെ ഒരു 4 ചുവരുകൾക്കുള്ളിൽ അടച്ചിട്ട് പഠിപ്പിക്കുന്ന രീതി നമുക്ക് വേണ്ട എന്നുള്ളതാണ്. അങ്ങനെ പഠിച്ചു പോകുന്ന കുട്ടികളിൽ പലരും ആ ഒരു എന്താ പറയുക അത്രത്തോളം മുന്നോട്ട് പോകുന്നില്ല. അതിൻ്റെതായ പ്രതിസന്ധികൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K മുംതാസ് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികളെ വരവേൽക്കാനായി സ്കൂളുകൾ പെയിന്റിങ്ങുകളും ചിത്രങ്ങളും വെച്ച് അലങ്കരിച്ചിരുന്നു. പുസ്തകങ്ങളും കളർ പെൻസിലുകളും നൽകിയാണ് വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് സ്വീകരിച്ചത്. പ്രധാന അധ്യാപിക CK ലതിക സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ M ശ്രീജ നവാഗതരെ സ്വീകരിച്ചു. PTA പ്രസിഡന്റ് MK ജയകുമാർ, മനോജ്, ജയദീപ് തിരുമംഗലം, CP രഞ്ജിത്ത്, K നിസാർ, KV രചന, KK നിമിഷ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. കുറ്റിക്കകം ദേശോദ്ധാരണ വായനശാല ആൻഡ് ഗ്രന്ഥാലയം SSLC +2 മികച്ച വിജയം നേടിയവരെ അനുമോദിച്ചു. അഴീക്കോടൻ ശ്രീധരൻ സ്മാരക പുരസ്കാരങ്ങളും നൽകി. റിട്ടയർഡ് ബ്രണ്ണൻ കോളേജ് പ്രിൻസിപ്പൽ Dr. A. വത്സലൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ഏത് മേഖലയായാലും ആ മേഖലയിൽ നല്ല അഭിരുചി നിങ്ങൾക്കുണ്ടാകണം. നല്ല മെഡിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവർ മാത്രമേ മെഡിക്കൽ പഠനത്തിന് പോകാവൂ. നല്ല മാത്തമാറ്റിക്കൽ ബേസ് ഉള്ളവർ മാത്രമേ എൻജിനീയറിംഗ് പഠനത്തിന് പോകാൻ പാടുള്ളൂ. ഓരോ കുട്ടിയും അവരുടെ അഭിരുചി എന്താണ്, അവരുടെ മികവ് ഏത് മേഖലയിലായിരിക്കും പ്രകാശിപ്പിക്കാൻ സാധിക്കുക എന്ന് കണ്ടെത്താം. നിങ്ങൾ ചിലർ +2-ന് ഏത് ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടാവും എന്നുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ്. നിങ്ങൾ അധ്യാപകരുമായും നിങ്ങളുടെ രക്ഷിതാക്കളുമായും നാട്ടിലെ മറ്റ് വിദ്യാസമ്പന്നരുമായും ഒക്കെ ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റിയ മേഖല ഏതാണ് എന്ന് തിരഞ്ഞെടുക്കുക. ആ വഴിക്ക് മുന്നോട്ട് പോകാനുള്ള അനുകൂല സാഹചര്യങ്ങളാണ് ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. വായനശാല പ്രസിഡന്റ് ജനു ആഴ്ചങ്കണ്ടി അധ്യക്ഷനായി. വായനശാല സെക്രട്ടറി V. സന്തോഷ് കുമാർ, O. വിജയൻ, M. പ്രേമൻ, K. സുജിത, KV അർജുൻലാൽ, അഭിനവ് വിനോദ്, തേജസ് പ്രദീപ്, ഹിബ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കീഴുന്ന സമന്വയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം LSS, USS, SSLC +2 വിജയിച്ച മുഴുവൻ കുട്ടികളെയും നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഹരികീർത്ത് സുജേഷിനെയും അനുമോദിച്ചു. കീഴുന്ന സെൻട്രൽ LP സ്കൂളിൽ പ്രശസ്ത സാഹിത്യകാരൻ TKD മുഴപ്പിലങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ഓരോ ആളുകളും എനിക്ക് പോലീസാവണം, പട്ടാളക്കാരനാവണം, ഉദ്യോഗസ്ഥനാണെങ്കിൽ പറഞ്ഞ് ഞാൻ പറഞ്ഞത് പറയണ്ട, അതൊന്ന് എഴുതിയിട്ട് തന്നാൽ മതിയല്ലോ. അങ്ങനെ എല്ലാ ആളുടെ കയ്യിലും കടലാസ് കൊടുത്തു. പേനുള്ള ഇല്ലാത്ത ആളുകൾക്ക് പേന കൊടുത്തു. എല്ലാ ആളുകളും ഞാൻ ആരാകണോ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ആരാകണം എന്ന് പറഞ്ഞ് എഴുതി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എഴുതി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ അന്നത്തെ കടലാസൊക്കെ വാങ്ങി എല്ലാം ശേഖരിച്ചു വെച്ച് അതിനകത്തുനിന്ന് കടലാസ് എടുത്ത്
വായിക്കാൻ തുടങ്ങി. അതിൽ ഒരു കടലാസ് എടുത്തപ്പോൾ അതിനകത്ത് ഒന്നും എഴുതിയിട്ടില്ല. ശിലാകളാണെന്ന് വെച്ച് അപ്പൊ ആ കടലാസിന്റെ കുട്ടി എഴുന്നേറ്റ് വന്നു. അപ്പൊ പിറകിൽ നിന്നുള്ള കുട്ടികൾ വിളിച്ചു പറഞ്ഞു അവര് എഴുതാൻ അറിയില്ല. ഹൈസ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, തലശ്ശേരിയിലെ ഒരു ഹൈസ്കൂൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, മലയാളത്തിൽ ഒന്നും എഴുതാൻ അറിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അവനത് ആ പേപ്പറിന്റെ ഫോണിൽ ചില ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ അവനെ വിളിച്ചു. എന്താ വിളിച്ചു? എനിക്ക് ചിത്രം വരെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു. ചിത്രം വരെയാണ് ഇഷ്ടം എന്നുള്ളത് എഴുതാൻ പറ്റുന്നില്ല. ഇന്ന് ആ കുട്ടിയല്ല, വലിയാള് തലശ്ശേരിയിലെ ഒരു സ്റ്റുഡിയോയുടെ ഉടമയാണ്. പി വി സജിത്ത് ഉപരിപഠന സാധ്യതകളെക്കുറിച്ച് ക്ലാസ് എടുത്തു. ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനർ ജനു ആഴ്ചങ്കണ്ടി അധ്യക്ഷനായി. രവീന്ദ്രൻ കീഴുന്ന, ഇ പ്രഭാകരൻ, കെ ലതീഷ്, എ പ്രണബ്, രഞ്ജിത്ത് ബാബു, ഹരികീർത്ത്, സുജേഷ്, അക്ഷിത ജഗദീഷ്, ആൽവിൻ മുകുന്ദ്, കെ വി അർജുൻ ലാൽ, കെ അനഘ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വീണ്ടും ഒരു ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ആടിയും പാടിയും പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം മീൻകുന്ന് GHSSൽ നടന്നു. കോർപ്പറേഷൻ സോണൽ സ്കൂൾ അടിസ്ഥാനങ്ങളിൽ പ്രവേശനോത്സവങ്ങൾ. പരിഭ്രമം മാറാത്ത കുരുന്നുകൾക്ക് സമ്മാനങ്ങളും. PV അൻവറിന്റേത് പവനായി ശവമായ അവസ്ഥ. സ്വരാജിന്റെ വിജയം വൻ ഭൂരിപക്ഷത്തിനാവും. ഇടതു സർക്കാർ തന്നെ മൂന്നാമതും ഭരിക്കുമെന്ന് ജോസ് ചെമ്പേരി. അൻവറിന് പിറകെ നടക്കുന്നത് കോൺഗ്രസിന് നാണക്കേടെന്നും ചെമ്പേരി. കണ്ണൂർ ടൗണിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ദുരിതത്തിൽ. കുടുംബം പുലർത്താനുള്ള വരുമാനം പോലും ലഭിക്കുന്നില്ല എന്ന് MA കരീം. കാരണം ഓട്ടോറിക്ഷകളുടെ എണ്ണത്തിലെ വർധനവും പഞ്ചായത്തുകളിൽ പാർക്കിംഗ് ലഭിക്കാത്തതും. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയമുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ
ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രിവാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. വീണ്ടും വാർത്തയിലേക്ക്. നിലമ്പൂരിൽ പിണറായിസം അവസാനിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ തൃണമൂൽ നേതാവ് PV അൻവർ ഒന്നുമല്ലാതാകുമെന്നും പവനായി ശവമായി എന്ന അവസ്ഥയിലായി എന്നും കേരള കോൺഗ്രസ് എം രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസ് ചെമ്പേരി. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി സ്വരാജ് വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കും. മുഖ്യമന്ത്രി പിണറായി നയിക്കുന്ന ഇടതുമുന്നണി സർക്കാർ തന്നെ മൂന്നാമതും കേരളം ഭരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി സ്വരാജ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. മുഖ്യമന്ത്രി പിണറായി നയിക്കുന്ന ഇടതുമുന്നണി സർക്കാർ തന്നെ മൂന്നാമതും കേരളം ഭരിക്കും. ഇക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. താൽപര്യമില്ലാത്ത PV അൻവറിന് പിറകെയാണ് പാരമ്പര്യമുള്ള കോൺഗ്രസിലെ ചില നേതാക്കൾ. ഇത് നാണക്കേട് തന്നെയാണെന്നും ജോസ് ചെമ്പേരി മാധ്യമങ്ങളോട് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരാളുടെ ധിക്കാരത്തിനും അഹന്തയ്ക്കും കാരണമായിട്ടുണ്ടായ ഒരു സൃഷ്ടിയാണ്. CPM-നോടൊപ്പം ചേർന്ന് നിന്ന് പിണറായി വിജയനോട്, മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചുറ്റിപ്പറ്റി നിന്ന് ഒട്ടേറെ കാര്യങ്ങൾ സാധിച്ച ആളെയും മാന്യൻ എറണാകുളത്തും കണ്ട് രാജകൊട്ടാരത്തിന്റെ ഭൂമി എടുത്ത് അവിടെ ഏതാണ്ടൊക്കെ കാണിച്ചെന്നൊക്കെയാണ് പലരും പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കാവുന്നതിൻ്റെ പരമാവധി ഉണ്ടാക്കി കഴിഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് രാജിവെച്ചു. പിണറായിസം എന്ത് ഭയങ്കരമാണ്. പിണറായിസത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം ഒന്ന് രാജിവെച്ചു. ആ രാജിയുടെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പ്. ഈ ഉപതെരഞ്ഞെടുപ്പ് LDF-ന് അനുകൂലമായി നിലമ്പൂരിലെ ജനങ്ങൾ വിധി എഴുതുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്ഥാനാർത്ഥിയുടെ മെച്ചം മാത്രമല്ല അതിന് കാരണം. ഈ കോൺഗ്രസ്സുകാരെന്നാ ചെയ്യുന്നത്? അൻവറിന്റെ പുറകെ നടക്കുകയല്ലേ. നമ്മുടെ ശ്രീനിവാസന്റെ ഒരു സിനിമയിലെ അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞ് നടക്കുന്നത് പോലെ അൻവരെ പോകല്ലേ, അൻവരെ പോകല്ലേ, അൻവരെ വാ, അൻവരെ വാ എന്ന് പറഞ്ഞ് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നാണം കെട്ട് നടക്കല്ലേ. അവസാനം അൻവർ എന്താ പറഞ്ഞത്? ഞാൻ അങ്ങോട്ടില്ല. ഞാൻ അന്നേരവും പറയാണ് ഇനിയും ചർച്ചയ്ക്ക് സമയമുണ്ട്. കിഴുത്തള്ളി ഈസ്റ്റ് UP സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. കൗൺസിലർ സാജേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുണമേന്മ വിദ്യാഭ്യാസ പ്രഖ്യാപനം റിട്ടയർഡ് അധ്യാപികയായ ലാലി ടീച്ചർ നിർവഹിച്ചു. SN Enterprises മുംബൈ MD AP നാരായണൻ സ്കൂളിലെ നവാഗതർക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഹെഡ്മിസ്റ്റർ ശ്രീജ PV സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് മഹേഷ് K അധ്യക്ഷത വഹിച്ചു. മുൻ ഫുട്ബോൾ കേരള ടീം ക്യാപ്റ്റനും KCB കണ്ണൂർ സീനിയർ സൂപ്രണ്ടുമായ ബിനീഷ് കിരൺ നവാഗതരെ സ്വാഗതം ചെയ്തു. സൂപ്പർസ്റ്റാർ ശരിക്കും വിളിക്കുന്ന കുട്ടികളാണ്. ഞാനല്ല ചീഫ് ഗസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച് ഒന്നുകൂടി സ്കൂളിലേക്കൊക്കെ വരാൻ തോന്നുന്നതാണ്. ഞാൻ സാധാരണ ഈ പ്രിപ്പയർഡ് സ്പീച്ച് നടത്താറില്ല. സാഹചര്യം അനുസരിച്ച് പ്രസംഗിക്കാറാണ്. വളരെ ഹാപ്പിയാണ് അവിടെ ഇരിക്കുന്ന കുട്ടികൾ. വളരെ സന്തോഷത്തോടെയാണ് അവിടെ ഇരിക്കുന്ന കുട്ടികളെ കാണുന്നത്. നമ്മളൊക്കെ കാലത്ത് സ്കൂളിലേക്ക് ആദ്യ ദിവസം പോകുമ്പോൾ ഒരു ചെറിയ ടെൻഷനും ഒരു പകപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ പകപ്പോ ടെൻഷനോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ആദ്യത്തെ ടെൻഷൻ സ്കൂളിൽ പോയി ക്ലാസ്സിൽ പോയിട്ട് ഏത് സീറ്റ് പിടിക്കും എന്നുള്ളതാണ്. ഏത് സീറ്റാണ് പിടിക്കുക. അപ്പൊ ആദ്യം തന്നെ വീട്ടിൽ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ഇന്ന സീറ്റിൽ രണ്ടാമത്തെ ബെഞ്ചിൽ ഇങ്ങേയറ്റത്ത് നടുവിലത്തെ സൈഡിൽ ഇരിക്കണമെന്ന്. അത് കിട്ടിയില്ലേ തന്നെ ആദ്യം SSG അംഗങ്ങളായ AO പ്രസന്നൻ, B കൃഷ്ണൻ, M ഹരിദാസൻ, മാനേജർ M രാഘവൻ, PTA വൈസ് പ്രസിഡന്റ് ആനന്ദകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ഗുണമേന്മ വിദ്യാഭ്യാസ പ്രഖ്യാപനം റിട്ടയർഡ് അധ്യാപികയായ ലാലി ടീച്ചർ നിർവഹിച്ചു. മുംബൈയിൽ പ്രവർത്തിക്കുന്ന SN Enterprises MD AP നാരായണൻ സ്കൂളിലെ നവാഗതർക്ക് പഠനോപകരണങ്ങൾ നൽകി. LSS USS വിജയികളെ അനുമോദിച്ചു. അദ്ദേഹത്തിന്റെ സഹോദരി AP പത്മാവതി പഠനോപകരണങ്ങൾ ഹെഡ്മിസ്ട്രസിന് കൈമാറി. മദർ PTA പ്രസിഡന്റ് ജസ്ന M നന്ദി പറഞ്ഞു.
36 വർഷത്തെ സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ച് നാട്ടിലെത്തിയ എളയാവൂരിലെ ഹവീൽദാർ വി രാജീവിന് നാടിൻ്റെ സ്വീകരണം. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും സ്വീകരിച്ച് എളയാവൂർ കേശവ മന്ദിരത്തിലേക്ക് ആനയിച്ചായിരുന്നു സ്വീകരണം ഒരുക്കിയത്. പൂർവ്വ സൈനിക സേവാ പരിഷത്ത് സംസ്ഥാന രക്ഷാധികാരി റിട്ടയർഡ് കേണൽ രാംദാസ് ആദരിക്കൽ ചടങ്ങ് നടത്തി. 2017 ഓഖി ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ നേവിയുടെ കൂടെ രാജീവനും ഉണ്ടായിരുന്നു. ആ സമയത്ത് സദേൺ നേവൽ കമാൻഡന്റ് ചീഫിന്റെ പ്രശംസാപത്രവും ലഭിച്ചിട്ടുണ്ട്. 5 വർഷം ആർമി ഇന്റലിജൻസിന്റെ കൂടെയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഡിഫൻസ് കോറിലായിരുന്നു. ഈ സൈനികർ വിരമിക്കുമ്പോൾ ഞങ്ങളെ പറ്റി തന്നെ വീരഗാഥയൊന്നും പാടാറില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ആദരണ സഭ ജാതി മത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു സൈനികൻ നിങ്ങൾക്ക് സുരക്ഷ നൽകാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം വളരെയധികം നമ്മുടെ പ്രവൃത്തിയെ വളരെ കാര്യക്ഷമതയോടുകൂടി മുന്നോട്ട് നീക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ചില ജനാധിപത്യ രാജ്യമാണിത്. പല അപശബ്ദങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടാവാം. അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമുക്കതിലൊന്നും സർവീസിലിരിക്കുന്ന കാലത്തോളം നമുക്കതിലൊന്നും യാതൊരു ഉത്തരവാദിത്വമോ ഒന്നുമില്ല. നമുക്ക് ദേശത്തിന്റെ സുരക്ഷ അത് മാത്രം. 1988 ഇന്ത്യൻ ആർമിയുടെ ആർമി എയർ ഡിഫൻസ് വിഭാഗത്തിൽ ചേർന്നായിരുന്നു രാജീവന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. ട്രെയിനിങ്ങിന് ശേഷം രാജ്യത്തിന്റെ മിക്ക സംസ്ഥാനങ്ങളിലും സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ നടന്ന ആർമി ഓപ്പറേഷനിലും 5 വർഷം ആർമി ഇന്റലിജൻസിന്റെ കൂടെയും സേവനം അനുഷ്ഠിച്ചു. 17 വർഷത്തെ സേവനത്തിന് ശേഷം 2005 ജനുവരി 31 വിരമിച്ചു. 1.5 വർഷത്തെ വിശ്രമ ജീവിതത്തിന് ശേഷം വീണ്ടും ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിൽ 2006 ആഗസ്റ്റിൽ ജോയിൻ ചെയ്തു. ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിൽ സർവീസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ആർമി, നേവി, എയർഫോഴ്സ്, DRDO ആൻഡ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നീ സേനാ വിഭാഗത്തിന്റെ കൂടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി സർവീസ് ചെയ്യുകയും ചെയ്തു. 2017 ഡിസംബർ 9 ലക്ഷദ്വീപിലും കേരളത്തിന്റെ തെക്കൻ ജില്ലകളിലും ആഞ്ഞുവീശിയ ഓഖി ദുരന്ത സമയത്ത് ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ ഇന്ത്യൻ നേവിയുടെ കൂടെ സർവീസ് ചെയ്യുന്ന കാലഘട്ടമായിരുന്നു. ദുരന്തമുഖത്ത് ഇന്ത്യൻ നേവിയുടെ കൂടെ ചെയ്ത രക്ഷാപ്രവർത്തനത്തിന്റെ സത്തേൺ നേവൽ കമാൻഡ് ചീഫിന്റെ പ്രശംസാപത്രവും ലഭിക്കുകയുണ്ടായി. ആർമി എയർ ഡിഫൻസിൽ 17 വർഷവും ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിൽ 19 വർഷവും സുദീർഘമായ 36 വർഷത്തെ സൈനിക സേവനത്തിൽ നിന്നും മെയ് 31 അദ്ദേഹം വിരമിച്ചത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണപുരം പറമ്പത്ത് റെസിഡൻസ് അസോസിയേഷൻ സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ +2, SSLC, USS, LSS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കും ഉപഹാരങ്ങൾ കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് M മുഖ്യാതിഥിയായി ക്ലാസ് എടുത്തു. പുരുഷോത്തമൻ PV അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വാർഡ് മെമ്പർ രമേശൻ K ആശംസകൾ നേർന്നു. സെക്രട്ടറി സതീന്ദ്രൻ സ്വാഗതവും പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതിയാണ് വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ കൈമാറിയത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. രാജേഷ് കുറുമാത്തൂരിന്റെ കഥാസമാഹാരം കാരുണ്യ ഭവനത്തിലെ പ്രാവുകൾ പുസ്തക പ്രകാശനം നടന്നു. നവപുരം മതാതീത ദേവാലയത്തിന്റെ സ്ഥാപകനും എഴുത്തുകാരനുമായ പ്രാപ്പോയിൽ നാരായണൻ യുവ എഴുത്തുകാരി KV മെസ്നക്ക് നൽകി പ്രകാശനകർമ്മം നിർവഹിച്ചു. അയാൾക്ക് ഏറ്റവും കൂടുതൽ സത്യസന്ധരായി നിൽക്കാൻ പറ്റുമ്പോഴാണ് അയാൾ മറ്റൊരാളെ കൂടെ കൂട്ടുമ്പോൾ, അയാൾക്കൊരു ഇണയുണ്ടാകുമ്പോൾ, ഒരു കുടുംബം ആരംഭിക്കുമ്പോൾ പിന്നെ CP ചെങ്ങളായി അധ്യക്ഷത വഹിച്ചു. പാറു പ്രദീപ് പുസ്തക പരിചയം നടത്തി. ഹാഷിം സീരകത്ത്, രമ്യ രതീഷ്, പ്രദീപൻ പൂമംഗലം, KV ഹരീഷ്, വിനോദ് PV, അർജുൻ വരഡോൽ, മെസ്മർ KV, അശോകൻ കുറുമാത്തൂർ, രവീന്ദ്രനാഥ് MV, KC രാജൻ എന്നിവർ പ്രസംഗിച്ചു. രാജേഷ് കുറുമാത്തൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ ടൗണിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ രാപ്പകലില്ലാതെ ജോലി ചെയ്ത് കുടുംബം പുലർത്താനുള്ള വരുമാനം ലഭിക്കുന്നില്ലെന്ന് STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികളുടെ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ മുൻകൈയെടുക്കണമെന്നും MA കരീം ആവശ്യപ്പെട്ടു. കണ്ണൂർ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനായി മാറിയപ്പോൾ KMC നമ്പർ 2600 നിന്നും KC നമ്പർ 4500 എന്ന നിലയിലേക്ക് ഓട്ടോറിക്ഷകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, അതായത് പഞ്ചായത്തിൽ പാർക്കിംഗ് പ്ലേസ് അനുവദിക്കാത്തതിനാൽ കണ്ണൂർ ടൗണിൽ 500 രൂപയുടെ എണ്ണയടിച്ചു ചുറ്റുന്നതിനാൽ റോഡിൽ ട്രാഫിക് തടസ്സം സൃഷ്ടിക്കുകയെന്നതല്ലാതെ തൊഴിലാളികൾക്ക് വരുമാനം ലഭിക്കുന്നില്ലെന്നും ഇതിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ മുൻകൈ എടുക്കണമെന്നും MA കരീം ആവശ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഓട്ടോ ലഭിക്കുകയില്ല. അപ്പോൾ സ്വാഭാവികമായി വരേണ്ടത് എങ്ങനെയാണ്? കണ്ണൂർ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നതിൻ്റെ ആ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള 2600 വണ്ടികൾ
ഈ ടൗണിനകത്ത് പെർമിഷൻ നൽകുകയും കോർപ്പറേഷന്റെ അടിസ്ഥാനത്തിലുള്ള KC നമ്പറുള്ള മുഴുവൻ വണ്ടികൾക്കും അതാത് പഞ്ചായത്തുകളിൽ അല്ലെ അതാത് സ്ഥലത്ത് എവിടെയാണോ അവിടെ പാർക്കിംഗ് പ്ലേസ് നൽകി പ്രത്യേക സീരിയൽ നമ്പർ നൽകണം എന്നാണ് ട്രേഡ് യൂണിയന്റെ ആവശ്യമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അത് എതിർക്കുന്നവരുണ്ടാവാം. പക്ഷെ സ്വാഭാവികമായിട്ട് തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു നിലപാട് അല്ലെങ്കിൽ ഈ വണ്ടികൾക്ക് ഓട്ടം കിട്ടാനുള്ള അവസ്ഥ ഉണ്ടാക്കണമെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന മുനിസിപ്പാലിറ്റി ആയപ്പോൾ ഉണ്ടായിരുന്ന KMC നമ്പർ എന്ന് പറയുന്ന അത് പരിമിതപ്പെടുത്തി എത്ര നമ്പറാണോ ആ നമ്പറുകളിൽ ഈ കോർപ്പറേഷന്റെ അകത്ത്, അതായത് ഈ പട്ടണവുമായി ബന്ധപ്പെടുത്തി ഓടാനും കോർപ്പറേഷൻ നിലക്ക് വ്യാപിപ്പിച്ചുകൊണ്ടുണ്ടായിരുന്ന പഞ്ചായത്തുകൾക്ക് അതാത് പഞ്ചായത്ത് സീരിയൽ നമ്പർ നൽകി പാർക്കിംഗ് പ്ലേസ് അനുവദിക്കണം എന്നതാണ് ട്രേഡ് യൂണിയൻ എന്ന നിലക്ക് ആവശ്യപ്പെട്ടത്. ഇവിടെ പലരും അത് എന്താ പറയുക, അത് പ്രാവർത്തികമാക്കാൻ ബന്ധപ്പെട്ട കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല. ഇവിടുത്തെ പല ട്രേഡ് യൂണിയനും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. യോഗത്തിൽ KP സത്താർ അധ്യക്ഷത വഹിച്ചു. EP നാസർ, AP ഇബ്രാഹിം, റാസിഖ് മാട്ടൂൽ, CK മുഹമ്മദ്, അഷ്റഫ് മുല്ല, P വിജേഷ്, C വിനോദ്, P ഷിജോ, PP റിയാസ്, M ഹാഷിം, K അസ്ലം തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി KP സത്താർ പ്രസിഡന്റായും മുഹമ്മദ് സിനാൻ, KV അനി, C വിനോദ് എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും AP അസ്ലം ജനറൽ സെക്രട്ടറിയായും K ഷാഹിം, K ഹാഷിം, P ബിജേഷ് എന്നിവർ സെക്രട്ടറിമാരായും അഷ്റഫ് മുല്ല ട്രഷറർ ആയും യോഗം തെരഞ്ഞെടുത്തു. സ്പോർട്ടിംഗ് ബഡ്സ് കോച്ചിംഗ് സെന്റർ ഏപ്രിലിൽ ആരംഭിച്ച സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. സമാപന ചടങ്ങ് കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിനൊരു ഫുട്ബോൾ പാരമ്പര്യമുണ്ട്. ഞങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ണൂരൊക്കെ പഠിക്കുന്നത് ഞാൻ SM കോളേജിൽ പഠിച്ചതാണ്. അപ്പോൾ അന്ന് എപ്പോഴും ഫുട്ബോളിന് എപ്പോഴും നല്ല കാണികളെയും നല്ല കളിക്കാരെയും സംഭാവന ചെയ്ത നാടാണ് കണ്ണൂർ. പ്രത്യേകിച്ച് പറഞ്ഞ പോലെ ചട്ടവാസു അട്ടൻ ഉൾപ്പെടെയുള്ള കുറേ നല്ല ആളുകൾ പണ്ട് കാലത്ത് ഫെഡറേഷൻ കപ്പിന് പോലും വേദിയായ ഒരു സ്ഥലമാണ് കണ്ണൂർ. എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇപ്പോഴും എല്ലാ 2 മാസവും വേനൽക്കാലത്ത് കൃത്യമായി കോച്ചിങ് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് രാവിലെ വന്ന് നൽകുന്ന രഘുവാട്ടനെ നമ്മൾ വളരെ സന്തോഷത്തോടെ കാണാറുണ്ട്. ഡോക്ടർ വിവേകാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ഉപഹാരങ്ങളും വിതരണം ചെയ്തു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പോലീസിന്റെ പഴയകാല ഫുട്ബോൾ താരം രാജേന്ദ്രൻ P പോലീസ് സബ് ഇൻസ്പെക്ടർക്ക് സ്പോർട്ടിംഗ് ബഡ്സ് കോച്ചിംഗ് സെന്ററിന്റെ ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ സഹീഷ് KK, ചൈൽഡ് വെൽഫെയർ പോലീസ് സനോജ് കുമാർ, ചിൽഡ്രൻസ് പോലീസ് കോഓർഡിനേറ്റർ രാജേന്ദ്രൻ P, പോലീസ് സബ് ഇൻസ്പെക്ടർ ഹാരിസ് KP, രാജീവൻ P, അഭിലാഷ് രാമചന്ദ്രൻ, അശ്വിൻ ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. കൺവീനർ V രഘുത്തമൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഷൈനിഷ് ചന്ദ്ര നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. 40 വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം പെരിങ്ങോം CRPF ക്യാമ്പിൽ നിന്നും റിട്ടയർ ചെയ്ത് ജന്മനാട്ടിൽ തിരിച്ചെത്തിയ ധീര ജവാന് സ്വീകരണം നൽകി. CRPF ഇൻസ്പെക്ടർ ചക്രക്കല്ല് മുഴപ്പാലയിലെ പ്രേമരാജന് മുഴപ്പാലയിൽ പൗരാവലിയും കണ്ണൂർ CRPF കൂട്ടായ്മയും ചേർന്നാണ് വരവേൽപ്പ് നൽകിയത്. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. വലിയ വർഷമാണ് 40 വർഷത്തെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിന്റെ വിവിധങ്ങളായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് ആഭ്യന്തരമായാലും ശരി, വൈദേശിക ശക്തികളുടെ അക്രമമായാലും ശരി, അങ്ങനെ രാജ്യം ഏതെല്ലാം ഘട്ടങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വരികയോ ആ ഘട്ടങ്ങളിലാണ് കഴിഞ്ഞ 40 വർഷക്കാലം നമ്മുടെ രാജ്യത്തിന് വേണ്ടി വളരെ സ്തുത്യാർഹമായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്ത്, നമ്മുടെ ചെറുപ്പത്തിലെ അറിയുന്ന ആളുകളാണ്, ഒന്നായിട്ടുള്ള ആളുകളാണ്, ശ്രീ പ്രേമരാജൻ എന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുക. CRPF കൂട്ടായ്മ രക്ഷാധികാരി KP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൂട്ടായ്മ അഡ്മിൻ M സുരേഷ് സ്വാഗതം പറഞ്ഞു. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ P വത്സല, റിട്ടയർഡ് ഡെപ്യൂട്ടി കമാൻഡന്റ് രവീന്ദ്രൻ, P ഭാസ്കരൻ, KK ജയരാജൻ മാസ്റ്റർ, CRPF ഉദ്യോഗസ്ഥരായ ബാലകൃഷ്ണൻ, MK ഗോപിനാഥൻ, CV രഞ്ജിത്ത്, PV ഷിജു, E സജീവൻ, KK പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. A പ്രേമരാജൻ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8950, പവന് 71,600 രൂപ, വെള്ളി 111.
അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആടിയും പാടിയും പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം മീൻകുന്ന് GHSSൽ നടന്നു. കോർപ്പറേഷൻ സോണൽ സ്കൂൾ അടിസ്ഥാനങ്ങളിൽ പ്രവേശനോത്സവങ്ങൾ. പരിഭ്രമം മാറാത്ത കുരുന്നുകൾക്ക് സമ്മാനങ്ങളും. PV അൻവറിൻ്റേത് പവനായി ശവമായ അവസ്ഥ. സ്വരാജിന്റെ വിജയം വൻ ഭൂരിപക്ഷത്തിനാവും. ഇടതു സർക്കാർ തന്നെ മൂന്നാമതും ഭരിക്കുമെന്ന് ജോസ് ചെമ്പേരി. അൻവറിന് പിറകെ നടക്കുന്നത് കോൺഗ്രസിന് നാണക്കേടെന്നും ചെമ്പേരി. കണ്ണൂർ ടൗണിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ദുരിതത്തിൽ. കുടുംബം പുലർത്താനുള്ള വരുമാനം പോലും ലഭിക്കുന്നില്ല എന്ന് MA കരീം. കാരണം ഓട്ടോറിക്ഷകളുടെ എണ്ണത്തിലെ വർധനവും പഞ്ചായത്തുകളിൽ പാർക്കിംഗ് ലഭിക്കാത്തതും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.